എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. ഗോമതി ഒരു ഉറച്ച തീരുമാനത്തിൽ എത്തുവാണ്. എന്ത് റിസ്ക് എടുത്തിട്ടാണ് ശരി, കാല് പിടിച്ചിട്ടാണ് ശരി, ആരിനെ ദേവമംഗലേക്ക് തിരികെ കൊണ്ടുവരണം. അതിപ്പോ ആരൊക്കെ തടസ്സം പറഞ്ഞാലും കുഴപ്പമില്ല. അങ്ങനെ ഗോമതി ആ തീരുമാനം എടുക്കുകയാണ്. അങ്ങനെ തീരുമാനം എടുത്ത് ഗോമതി ആരിനെ വിളിക്കാൻ പോകുന്ന സമയത്ത് മീനാക്ഷി എന്നിട്ടുള്ള ഞാനും കൂടെ വരാമെന്ന് പറയണേ. വേണ്ട മോളെ, ഞാൻ തന്നെ പോയിക്കോളാം എന്ന് പറയാണ്. അങ്ങനെ ഗോമതി തന്നെ ഇറങ്ങിത്തിരിക്കുക. ഈ സമയം അച്യുതൻ നേരെ അലോകിന്റെ അടിയിലേക്ക് വരുവാണ്. എന്നിട്ട് പറഞ്ഞു, എടാ അലോകെ, അവിടുത്തെ കല്യാണം ഒരു കാരണവശാലും ആനന്ദിന്റെ വിവാഹം നടക്കില്ലെന്ന് പറയണേ. എങ്ങനെയാ വിവാഹം നമുക്ക് മുടക്കണമെന്ന് പറയാ. ഇത് കേട്ടിഞ്ഞപ്പോ അലോക് പറഞ്ഞു, അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും വെച്ചാ, നമ്മൾ അവിടെ ചെന്ന് പറഞ്ഞിട്ട് പോലും അവരതൊന്നും കേൾക്കാൻ കൂട്ടാക്കില്ലോ. അതിനിപ്പോ എന്ത് ചെയ്യാനാ പരിപാടി എന്ന് ചോദിക്കാം. അതോ, അതിനൊരു മാർഗം ഉണ്ടെന്ന് പറയണേ. എന്ത് മാർഗം? ഇനിയിപ്പൊ അതല്ലേ, നമുക്ക് വേറെ എന്തെങ്കിലും തന്ത്രം ഉപയോഗിച്ച് നോക്കാന്ന് പറയണേ. ഇത് കേട്ട് ഇനിയിപ്പോ അലോക് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, എന്റെ ഫ്രണ്ട് ഉണ്ടല്ലോ മിഥുന്, എന്നോടൊപ്പം എന്തിനും കട്ടങ്ങി നിൽക്കുന്ന അവനോട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചു നോക്കട്ടെ, ഉടനെ എന്തേലും ചെയ്യണമെന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ നീ ആ വഴി നോക്ക്. ഇതേ ഈ കല്യാണം അങ്ങ് നടന്നിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാളും വേഗം നമ്മൾ പോയി വല്ല കടലിലും ചാടുന്നതായിരിക്കും. നാണക്കേട് കൊണ്ട് നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ തന്നെ ഇപ്പോഴത്തന്നെ ബാലൻ നിലത്തെങ്ങും അല്ല നിൽക്കുന്നത്. ബാലൻ എന്തൊരു അഹങ്കാരം എന്നറിയാവോ? അവന്റെ അഹങ്കാരം ഇനി നമ്മൾ കാണേണ്ടതായിട്ട് വരും. ഇവിടെ ഒരു കല്യാണം നടക്കാതെ ഒരു കാരണവശാലും അവിടെ ഒരു കല്യാണ പന്തൽ ഉയരാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അച്യുതൻ അങ്ങോട്ട് കയറിപ്പോവാണ്. ഈ സമയം അലോക് പിന്നീട് മിഥുനെ കാണാനായിട്ട് ചെല്ലുവാണ്. മിഥുനെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന് പറയാം. അങ്ങനെ മിഥുനും അലോകും തമ്മിൽ കാണുവാണ്. കണ്ടുകഴിയുമ്പത്തിനും മിഥുൻ ചോദിച്ചു, എന്താ ബ്രോ, എന്താ കാണണമെന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിക്കുക. അത് പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടെന്ന് പറയാണ്. അതെ, അറിയാലോ, ദേവമംഗലത്ത് ആരിന്റെ ചേട്ടൻ ആനന്ദിന്റെ കല്യാണമാണ്. വലിയ വീട്ടിൽ നിന്ന് അവൻ കല്യാണം കഴിക്കാണ്ട് പോന്നെ. ഒരു കാരണവശാല് ഈ വിവാഹം നടക്കില്ലെന്ന് പറയാണ്. ഇതാണ് കാര്യം, വിവാഹം മുടക്കണം, അതല്ലേ? അത് തന്നെ, അതാണ് മെയിൻ ആയിട്ടുള്ള. എന്ത് റിസ്ക് എടുത്താണ് ശരി, ഈ വിവാഹം മുടക്കണം. ഒരു കാരണവശാലും നടക്കില്ല. അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇതിപ്പോ ഒരു നാണക്കേടില്ലെന്ന് പറയാം. എന്റെ കല്യാണം മുടക്കിയതാ. അത് മാത്രമല്ല, ഞങ്ങളുടെ കുടുംബത്തിന് നാണക്കേട് ഉണ്ടാക്കിയിട്ടാണ് അപ്പച്ചേരി ആ ബാലൻ കൂട്ടിക്കൊണ്ട് പോയത്. അതിന്റെ നാണക്കേട് ഇപ്പോഴും മാറിയിട്ടില്ല. അപ്പം പിന്നെ മിത്രേനെ കൂട്ടിക്കൊണ്ടുപോയി. ഒരു കാരണവശാലും ഇനി ഈ ബന്ധം നടക്കില്ലെന്ന് പറയാണ്. ഇത് കേട്ടതും മിഥുൻ പറഞ്ഞു, ബ്രോ പറയുന്നത് എന്താന്ന് വെച്ച് ഞാൻ അനുസരിക്കുമെന്ന് പറയാണ്. പക്ഷെ അതിനു മുമ്പ് ആ ആര്യനായിട്ട് ഒരു പണി കൊടുക്കേണ്ടതെന്ന് ചോദിക്കാം. ആര്യനല്ലേ ആദ്യം അതെ നിങ്ങളുടെ വീട്ടിൽ കയറി പണി തന്നെ, അപ്പൊ അവനിട്ട് ഒരു പണി കൊടുക്കണ്ടേന്ന് ചോദിക്കുക. അതെ, പണി കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ആരിനെ തന്നെ ആദ്യം അങ്ങ് തുടങ്ങിയേക്കാന്ന് പറയാണ്. അല്ല, മിഥുന്റെ മനസ്സിലെ ഐഡിയ എന്താന്ന് ചോദിക്കുക. ഐഡിയ, അവൻ വരുന്ന സമയത്ത്, അവൻ ഡെലിവറി ബോയ് ആണല്ലോ, വരുന്ന സമയത്ത് ഒരു വണ്ടി അവന് ഇടിച്ചു തെറിപ്പിക്കുന്നു. അവന് ആക്സിഡന്റിൽ ഒരു മരണം, ആരും സംശയിക്കത്തില്ല. എങ്ങനെയുണ്ട് ഐഡിയ? ഇത് കൊള്ളാലോ എന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ അവനെ ഇടിച്ചു തെറിപ്പിക്കാൻ ഒരു വണ്ടി വേണമല്ലേ എന്ന് ചോദിക്കണം. അതെ, അവനെ ആക്സിഡന്റ് പെടുത്തണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടക്കും. നമ്മൾ ആരും സംശയിക്കാനും പോകുന്നില്ല. സ്വാഭാവികമായിട്ടൊരു ആക്സിഡന്റ്. എന്നിട്ട് വേണം ആ മിത്രനെ വിളിച്ചിറക്കാനെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പം മിഥുൻ ചോദിച്ചു, അല്ല ആര്യം സംഭവിച്ചു കഴിഞ്ഞാൽ അവള് വരുമോന്ന് ചോദിക്കുക. അവൾക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ, അവള് വീട്ടിലേക്ക് വരണം. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാന്നൊക്കെ അലോക് പറയാണ്. മിഥുൻ പറഞ്ഞു, ബ്രോ ധൈര്യമായിട്ട് പൊക്കോ, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാന്നൊക്കെ പറയാം. ഈ സമയം ആരിനെ അന്വേഷിച്ച് ഗോമതി പോവാണ്. എങ്ങോട്ട് പോയാലും ആരിനെ കണ്ടിടുന്നെന്ന് പോലും അറിയത്തില്ല. പക്ഷെ എവിടെ പോയാൽ അന്വേഷിച്ചാലും കുഴപ്പമില്ല, തനിക്ക് തന്നെ മോനെ കാണണം, അവനെ തിരികെ കൊണ്ടുവരണം. ആ ഒരു ചിന്ത മാത്രമേ ഗോമതിയുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഗോമതി നേരെ പോന്നെ അവന് ഡെലിവറി എടുക്കുന്ന ആ കടയിലേക്കാണ്. അവിടെ ചെന്ന് കഴിഞ്ഞ് പറഞ്ഞു, അവൻ വന്നിട്ടില്ല, അവൻ ഉച്ചയാകുമ്പത്തിനും അങ്ങോട്ട് എത്തത്തുള്ളെന്ന്. അപ്പൊ ഇനി എങ്ങോട്ട് പോയി കാണും? ഇനിയിപ്പോ അവന് അല്ലാതെ ലോഡിംഗ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ചിലപ്പോ അങ്ങനെ പോയതായിരിക്കുമോ? അങ്ങനെയാണെങ്കിൽ അവൻ എങ്ങോട്ടാ പോയെന്ന് പോലും അറിയത്തില്ല. അങ്ങനെ ഗോമതി പോകുന്ന സമയത്താണ് ആ കാഴ്ച കാണുന്നത്. ഒരു കടയിലേക്ക് ലോഡുമായിട്ട് കയറി പോകുന്ന ആര്യനെ കാണുന്നത്. പെട്ടെന്ന് ഒരു നിമിഷം ഗോമതി അവിടെ നിന്നു. അതെ, ആര്യൻ തന്നെയാണ്. പിന്നീട് ഗോമതി അങ്ങോട്ടേക്ക് ചെന്ന് മോനെന്ന് വിളിക്കുകയാണ്. പെട്ടെന്ന് ആര്യൻ തിരിഞ്ഞു നോക്കി. അമ്മേനെ കണ്ടതും കയ്യിലിരുന്ന ആ ബോക്സ് എല്ലാം കൂടെ അങ്ങോട്ട് വെച്ചു. എന്നിട്ട് ഓടി വരികയാണ്. എന്താ അമ്മ എന്താ ഇവിടെയെന്ന് ചോദിക്കണം. അത് നല്ല വെയിലുണ്ട്, ഈ സമയത്ത് എന്താ ഇവിടെയെന്ന് ചോദിക്കാം. അത് പിന്നെ ഞാൻ നിന്നെ ഒന്ന് കാണാൻ വേണ്ടി വന്നാ, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുകയാണെന്ന് പറയാം. അന്ന് അമ്മ ഇവിടെ നിൽക്കുക, ഇപ്പൊ തന്നെ ഞാനൊന്ന് കൊണ്ടേ കൊടുത്തിട്ട് ഇറങ്ങി വരാന്ന് പറഞ്ഞിട്ട് ആരും നേരെ ചുമടൊക്കെ എടുത്തോണ്ട് അകത്തേക്ക് കയറി പോവാണ്. അങ്ങനെ അകത്ത് കൊണ്ടേ കൊടുത്ത് എല്ലാം ക്ലിയർ ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുക. ആ സമയത്ത് ഗോമതി അതെല്ലാം ശ്രദ്ധിച്ചു. പാവം തന്റെ മോന് ഇപ്പൊ കോളേജിൽ പോയി പഠിക്കേണ്ട പ്രായമാണ്. ഈ സമയത്ത് താൻ കാരണമാണല്ലോ ഇങ്ങനൊരു ബുദ്ധിമുട്ട് അവനുണ്ടായെന്ന് ഓർത്ത് കഴിഞ്ഞപ്പോ ഗോമതിക്ക് സഹിക്കാൻ പറ്റിയില്ല. ഗോമതിയുടെ നെഞ്ചു വിങ്ങുക. പെട്ടെന്ന് വന്നിട്ട് ചോദിച്ചു, എന്താ അമ്മ കാര്യം ചോദിക്കുക. ഇത് കേട്ടതും ഗോമതി ആരിനെ കെട്ടിപ്പിടിക്കുകയാണ്. കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, മോനെ ഞാൻ കാരണമല്ലേ നിനക്ക് ഇപ്പൊ ഈ അവസ്ഥ ഉണ്ടായത്. അമ്മ കാരണം എനിക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടായെന്നാ. അതെ, ഇനി നീ ഒന്നും കൂടുതലൊന്നും പറയണ്ട. ഇപ്പൊ ഈ നിമിഷം നീ എന്റെ കൂടെ വരണമെന്ന് പറയണം. എങ്ങോട്ട്? ദേവമംഗലത്തേക്ക്. അമ്മേ, ഞാൻ നേരത്തെ പറഞ്ഞേക്കുന്ന കാര്യമല്ലേ, ഞാൻ അങ്ങോട്ട് വരില്ലാന്ന്. ഇനി അമ്മ എന്തിനാ വെറുതെ ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നേ?
ഞാൻ അങ്ങോട്ട് വരില്ല അമ്മയെന്ന് പറയണം. അങ്ങനെ പറയരുത്, നിന്റെ പെറ്റമ്മയെ ഞാൻ വിളിച്ചാൽ നീ വരത്തില്ലേ അങ്ങോട്ട്? വന്നില്ലേ വേണ്ട, ഞാൻ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതറിഞ്ഞാൽ നീ വരത്തില്ലേന്ന് ചോദിക്കാം. അമ്മ എന്തൊക്കെ എങ്ങനെ പറയണെന്ന് ചോദിക്കും. ദേ, നീ വരാതെ എനിക്കൊരു സമാധാനം കിട്ടത്തില്ല, നീ അങ്ങോട്ട് വരണം. ഇത്രയും ദിവസമൊക്കെ ഞാൻ കാത്തിരുന്നു, പക്ഷെ ഇനി എനിക്ക് വയ്യാന്ന് പറയാണ്. നീ ഇല്ലാത്ത ഓരോ നിമിഷം എനിക്ക് എത്രമാത്രം വേദനയാണെന്ന് അറിയാവോ ആര്യ? നീ അവിടെ ഉണ്ടെങ്കിൽ എനിക്ക് മനസ്സിനൊരു ധൈര്യ. അത് മാത്രല്ല, ആനന്ദിന്റെ വിവാഹം നടക്കാൻ പോകുക. ആ സമയത്ത് നീ എവിടെ ഉണ്ടായിരിക്കണം. കല്യാണത്തിന്റെ സമയത്ത് എല്ലാവരും ചോദിക്കും ആരിന് എന്ത് ചെയ്യാന്ന്. അപ്പൊ ഞാൻ എന്ത് മറുപടി പറയണം? നിന്റെ അച്ഛന്റെ സ്വഭാവം അറിയാലോ, അച്ഛനൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷെ എനിക്ക് അങ്ങനെയല്ല, എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല എന്ന് പറയണേ. അന്ന് പെണ്ണ് കാണാൻ പോണ സമയത്ത് നീ മിത്രനെ പറഞ്ഞു വിട്ടു, പക്ഷെ ഇപ്പോഴങ്ങനെയല്ല, നീ വരണമെന്ന് പറയാം. ഇത് കേട്ടത് ആര്യം പറഞ്ഞു, വേണ്ട അമ്മേ, ഞാൻ എന്തായാലും വരാൻ പോകുന്നില്ലെന്ന് പറയാം. ഇല്ല, നിന്നെ കൊണ്ട് ഞാൻ പോകത്തോളം എന്ന് പറയണം. അവസാനം ആര്യം പറഞ്ഞു, ബാ അന്ന് നമുക്ക് വീട്ടിലേക്ക് പോകാന്ന് പറയണം. നമുക്ക് അവിടെ പോയി സംസാരിക്കാന്ന് പറഞ്ഞിട്ട് നേരെ ഗോമതിനെയും കൊണ്ട് നേരെ വീട്ടിലേക്ക് വരിക. അപ്പം മിത്ര ചോദിച്ചു, ഇതെന്താ ആര്യ ഈ സമയത്തെന്ന് ചോദിക്കാണ്. അതെ, അമ്മയുണ്ടെന്ന് പറയാൻ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ഗോമതിനെ കണ്ടേ. പിന്നീട് അപ്പച്ചി ഉണ്ട്, ബാ കയറി അപ്പച്ചി എന്നൊക്കെ പറഞ്ഞ് അകത്തേക്ക് കയറി ചെല്ലുവാണ്. അപ്പൊ ചോദിച്ചു, അല്ല ഇതെന്താന്ന് മോൾക്ക് ക്ലാസ് ഇല്ലായിരുന്നു ചോദിക്കും. അല്ല, ഇന്ന് നേരത്തെ ക്ലാസ് കഴിഞ്ഞായിരുന്നു പറയണം, അതുകൊണ്ട് ഞാൻ നേരത്തെ പോന്ന് പറയണം. പിന്നീട് ഞാൻ ചായ വെക്കാന്ന് പറഞ്ഞോണ്ട് മിത്ര അകത്തേക്ക് കയറി പോവാണ്. ഈ സമയത്ത് ആര്യം പറഞ്ഞു, അമ്മ ഞാൻ പറയുന്നൊന്ന് അനുസരിക്കുക. അമ്മ ഇപ്പൊ തൽക്കാലത്തേക്ക് പോ, എന്താണെങ്കിലും ഞാൻ അങ്ങോട്ട് ഇപ്പൊ വന്നാൽ ശരിയാകത്തില്ലെന്ന് പറയാം. അമ്മയ്ക്ക് അറിയാലോ അച്ഛന്റെ സ്വഭാവം. ഞാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ ആ സ്വർണത്തെ കുറിച്ചൊക്കെ ചോദിക്കും. ഞാൻ എവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കാനമ്മേ? അത് മാത്രമല്ല, ഞാൻ അവിടെ ഉണ്ടെങ്കിൽ പിന്നെ കൃഷ്ണമംഗലംകാർ ഓരോന്ന് പറഞ്ഞുകൊണ്ട് വരും. ഇപ്പൊ ഞാൻ അവിടെ ഇല്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ലോ എന്ന് പറയാണ്. അതൊന്നും എനിക്കറിയണ്ട, ഞാൻ കാരണമല്ലേ ഈ പ്രശ്നം. ഒരു കാര്യം ചെയ്യാം, ഞാൻ ബാലേട്ടനോട് തുറന്നു പറയാം കാര്യങ്ങളൊക്കെ, സത്യങ്ങളൊക്കെ ബാലേട്ടൻ അറിയട്ടെ. എത്ര നാളെന്ന് വെച്ചാൽ എങ്ങനെ മൂടി വെക്കുന്നേ? നിനക്കറിയാവോ, ഇന്ന് ആ രാജമാത്യു സാർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു പറയാം. സാറ് വന്നായിരുന്നു എന്തിന്? സാറ് വന്നിട്ട് നിന്റെ അച്ഛനോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ നിന്റെ അച്ഛന്റെ സ്വഭാവം നിനക്ക് അറിയാവുന്നല്ലേ മോനെ. എനിക്ക് പക്ഷെ പറ്റില്ല, എനിക്ക് നീന്ന് വെച്ച ജീവനാന്ന് പറയണം. അപ്പോഴേക്കും മിത്ര ചായയൊക്കെ ആയിട്ട് വരുവാണ്. പിന്നീട് മിത്രോട്, മോളെ നീ ആരിനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക്, ഇവനെ കൂട്ടിക്കൊണ്ട് നീ അങ്ങോട്ട് വരാൻ പറയാണ്. ഇത് കേട്ടത് മിത്ര പറഞ്ഞു, ഞാൻ പറഞ്ഞ അമ്മേ പറഞ്ഞു, പക്ഷെങ്കിൽ ആരിനതും കേൾക്കാൻ കൂട്ടാക്കുന്നില്ലെന്ന് പറയണം. ഇത് കേട്ടത് ആര്യം പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വരണമെങ്കിൽ ഞാൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്, ആ നടപ്പാക്കാതെ ഞാൻ ഒരിക്കലും അങ്ങോട്ട് വരത്തില്ല എന്ന് പറയാ. കോമതി പറഞ്ഞു, ഓഹോ, അപ്പം നിനക്ക് ഞാൻ പറഞ്ഞ അനുസരിക്കാൻ പറ്റില്ലല്ലേ? അപ്പം നിനക്ക് ഞാൻ ആരും അല്ലല്ലേ എന്ന് ചോദിക്കണം. അമ്മ അങ്ങനെ പറയരുത്, അമ്മയ്ക്ക് അറിയാലോ ഇപ്പൊ ഞങ്ങൾ നല്ല സന്തോഷത്തോടെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ അച്ഛനെ ഇഷ്ടപ്പെടത്തില്ല ഞാൻ, പ്രത്യേകിച്ച് കല്യാണ സമയത്ത്. വെറുതെ എന്തിനാ അച്ഛന്റെ വായിന്ന് ഞാൻ ചീത്ത വെക്കുന്നത്? അമ്മയ്ക്കും അത് അറിയാവുന്ന കാര്യമല്ലേ. ഇത്രയും കാലം അച്ഛൻ എന്ത് തല്ലിയാലും എന്ത് പറഞ്ഞാലും ഞാൻ അത് കേട്ടു അനുസരിച്ചൊക്കെ നിൽക്കും. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല, എന്റെ ഭാര്യയും കൂടെ ഉണ്ട്, എന്നെ തല്ലുന്നുണ്ട്, അവൾക്ക് ചിലപ്പോൾ സഹിച്ചെന്ന് വരത്തില്ല, അമ്മയ്ക്ക് അത് അറിയാവുന്ന കാര്യമല്ലേന്ന് ചോദിക്കും. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി പറഞ്ഞു, എനിക്കതൊക്കെ അറിയാടാ മോനെ, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് നീ മാത്രം, കാരണം നിന്നെക്കുറിച്ചുള്ള ചിന്തകൾ അതൊക്കെ എന്റെ മനസ്സിലുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് മാക്സിമം ഗോമതി ശ്രമിച്ചു കൂട്ടിക്കൊണ്ട് പോകാനായിട്ട്. പക്ഷേങ്കിൽ ആര്യം പോകാനായിട്ട് കൂട്ടാക്കില്ല. ആര്യം പറഞ്ഞ് എന്തേലും ആവശ്യമുണ്ടെങ്കിൽ അമ്മ പറഞ്ഞാൽ മതി, അമ്മ ഒന്ന് വിളിച്ചാൽ മതി, ആരിന ആ സമയത്ത് തന്നെ ഓടി വരുമെന്ന് പറയണം. അങ്ങനെ അവസാനം ഗോമതി പോവാണ്. ഗോമതി വിഷമത്തോട് കൂടിയിട്ടാണ് പോകുന്നത്. അങ്ങനെ ഗോമതി വീട്ടിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേനും അങ്ങോട്ടേക്ക് ഓടി വരുവാണ് മീനാക്ഷി. മീനാക്ഷി വന്നിട്ട് ചോദിച്ചു, അല്ല ആരിനെ കണ്ടോന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടോ ഗോമതി കണ്ടു വന്നിട്ടോ, അവൻ വരാൻ കൂട്ടാക്കിയില്ലെന്ന് ചോദിക്കും. ഇല്ല, അവൻ അവന്റെ അതേ വാശിയിൽ തന്നെ തുടരുവാന്ന് പറയാണ്. വേണ്ടമ്മേ, എന്തിനാ പാവത്തിന് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുന്നേ? അവരോട് നിൽക്കുവാണെങ്കിൽ നിൽക്കട്ടെ, ഇനിയിപ്പം നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണ്ട, അച്ഛന്റെ സ്വഭാവം അറിയാവുന്നതല്ലേ. ഇപ്പൊ തന്നെ അച്ഛന് ഇഷ്ടം ഉണ്ടായിട്ടൊന്നും അല്ല അമ്മയോട് പോയി കൂട്ടിക്കൊണ്ടു വരാൻ പറഞ്ഞൊന്നു. പക്ഷെ ഇനിയിപ്പൊ നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കാനൊന്നും പോകണ്ടെന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ ഗോമതി പറഞ്ഞു, നിനക്കതൊക്കെ പറയാ എന്നൊക്കെ പറഞ്ഞ് മീനാക്ഷിയോട് പറയുന്നുണ്ട്. പിന്നീട് ഗോമതി ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറിപ്പോയി. ഫുഡ് കഴിക്കാൻ വിളിച്ചിട്ട് പോലും ഗോമതി ഫുഡ് കഴിക്കാൻ പോലും വന്നില്ല. അവസാനം ബാലൻ വരുവാണ്. ബാലൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി എന്നിട്ട് പറഞ്ഞു, അമ്മ ഫുഡ് പോലും കഴിച്ചിട്ടില്ല, അമ്മ കിടക്കുവാന്ന് പറയാണ്. ഇത് കേട്ടപ്പോഴത്തേനും ബാലൻ നേരെ ഗോമതിയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. ചെന്നിട്ട് എന്താ ഗോമതി, എന്താ കാര്യം എന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗോമതിക്ക് നല്ല ദേഷ്യം സങ്കടം വന്നു. എന്താ കാര്യം എന്ന് ബാലേട്ടൻ അറിയത്തില്ലല്ലേ? ബാലേട്ടൻ എപ്പോഴും ബാലേട്ടൻ പിടിക്കുന്ന ഭാഗം ജയിക്കണം, അതുകൊണ്ടല്ലേ? അല്ലെ, ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ മോനല്ലേ ആര്യന്, അവനെ ഇനി ഇങ്ങനെ വിഷമിപ്പിച്ചാൽ കൊള്ളാവോ? ഇന്ന് ഞാൻ കണ്ട കാഴ്ച, എനിക്ക് ഒരു തുള്ളി വെള്ളം ഇറങ്ങത്തില്ല എന്റെ തൊണ്ടേന്ന് അറിയാവോ? അവന് ചുമട് ചുമന്നുകൊണ്ട് പോകുന്ന ആ കാഴ്ച കണ്ടിട്ട് ഒരു പെറ്റമ്മയെ ഞാൻ, എന്റെ മകൻ ഇത്രമാത്രം കഷ്ടപ്പെടുന്ന കാണുമ്പോൾ ഞാനിവിടെ സന്തോഷിച്ച് പെരക്കകത്ത് കയറിയിരിക്കുമായിരുന്നു. അത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമല്ലെന്ന് പറയാം. ഇത് കേട്ടോ ബാലൻ പറഞ്ഞു, അത് അവനായിട്ടെടുത്ത തീരുമാനമല്ലേ, അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാം. അവനായിട്ടെടുത്ത തീരുമാനം ബാലേട്ടൻ എങ്ങനെ പറയാൻ കഴിയുന്നു ബാലേട്ടാ? ഒരിക്കലും അവനൊരു തെറ്റും ചെയ്തിട്ടില്ല, അവൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യുന്നവനല്ല. അത് ബാലേട്ടൻ എന്തെങ്കിലും മനസ്സിലാകും. അവന്റെ നന്മ മനസ്സിലായി കഴിയുമ്പം ബാലേട്ടൻ അവനെ ഓർത്ത് കരയുമെന്ന് പറയണം.
ഓഹോ, അപ്പൊ നീയും എനിക്ക് നേരെ തിരിയുവാ. അപ്പൊ ഞാൻ എന്തോ വലിയ കുറ്റം ചെയ്യുന്ന പറഞ്ഞാലാണല്ലോ നിന്റെ പുറപ്പാടെന്ന് ചോദിക്കുക. അങ്ങനെയൊന്നുമില്ല, ഞാൻ ഉള്ള കാര്യം പറഞ്ഞാന്ന് പറയാണ്. ഈ സമയത്ത് ഉദയഭാനുവിനും ശ്രീകലയ്ക്കും വല്ലാത്ത ടെൻഷനാ. അവരുടെ മനസ്സിലേക്ക് പല പല ചിന്തകളും കടന്നു വരിക. മിക്കവാറും ഈ കല്യാണം നടക്കണമെങ്കിൽ ഇച്ചിരി റിസ്ക് ആയിരിക്കും. അച്യുതനും അലോകും അവിടെ വന്നിട്ട് പോയിട്ടുണ്ട്. അവര് ഈ കല്യാണം മുടക്കാനായിട്ട് മാക്സിമം ശ്രമിക്കും. ഉദയഭാനു ശ്രീകലയോട് പറഞ്ഞു, ശ്രീകലേ, നമ്മൾ ഇനി സൂക്ഷിക്കണം എന്ന് പറയാം. അതെ ഉദയേട്ടാ, അവരിവിടെ കല്യാണം മുടക്കാനായിട്ട് വന്നു. പക്ഷെ അത് സാധിക്കാത്തതുകൊണ്ട് ഈ കല്യാണം നടക്കുമെന്ന് പറഞ്ഞാൽ അവര് വെറുതെ ഇരിക്കത്തില്ലെന്ന് പറയാം. അവര് മിക്കവാറും നമ്മളെക്കുറിച്ച് അന്വേഷിക്കും എന്ന് പറയാം. അത് ശരിയാ, നമ്മളെക്കുറിച്ച് അന്വേഷിക്കും. അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയും. അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ കല്യാണം നടക്കും നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാം. അത് ശരിയാ, പക്ഷെ അതിനു മുമ്പ് നമ്മൾ എന്തെങ്കിലും തടയിടണം, അല്ല രക്ഷയില്ല എന്ന് പറയണം. അവരെ നമുക്ക് ഒതുക്കാൻ പറ്റണം. ഒതുക്കിയില്ലെങ്കിൽ അവർ ഈ കയറി കല്യാണം മുടക്കിയാല് ഇത്രയും കാലം നമ്മള് വെറുതെ ഈ നടത്തിയതെല്ലാം വെറുതെ ആയി പോവും. നമ്മുടെ പ്രതീക്ഷകളെല്ലാം അസ്തമിക്കും എന്ന് പറയണ. ബാലന്റെ കുടുംബത്തിലേക്ക് മോളെ വിടാന്നുള്ള നമ്മുടെ പ്രതീക്ഷകളൊക്കെ പോവും. അതുകൊണ്ട് അത് ഒരു കാരണവശാലും പാടില്ല. എന്തെങ്കിലും ചെയ്തേ മതിയാവുള്ളൂ എന്ന് പറയണം. അവസാനം ശ്രീകല പറഞ്ഞു, അത് ശരിയാ, എന്തെങ്കിലും തന്ത്രം ഇവിടെ പ്രയോഗിച്ചേ മതിയുള്ളൂ. പിന്നെ ബാലനോട് പറഞ്ഞിട്ടുണ്ട്, ഇനി നമ്മളെ കുറിച്ച് ആരെന്തൊക്കെ പറഞ്ഞാലും ബാലൻ അതും വിശ്വസിക്കാനൊന്നും പോകുന്നില്ല. പക്ഷെ അങ്ങനെയല്ലല്ലോ, തെളിവ് സാധ്യത എന്തെങ്കിലും കാണിച്ചു കൊടുത്താൽ നമ്മൾ പിടിക്കപ്പെടില്ലേ, നമ്മുടെ മോളുടെ ജീവിതം പോകത്തില്ലേന്ന് ചോദിക്കുക. അത് ശരിയാ, അവര് പറയാതിരിക്കണമെങ്കിൽ എന്തെങ്കിലും പ്രയോഗിച്ചാൽ മതിയാവുള്ളൂ എന്ന് ചില തീരുമാനങ്ങളൊക്കെ എടുക്കുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നേ. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു.